ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് CNN വളരെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം അമേരിക്കയുടെ 25% പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താഡ് സിസ്റ്റവും ഇസ്രായേലിന് നൽകിയിരിക്കുന്നു എന്നുള്ളതും അതിനും യഥാർത്ഥത്തിൽ ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം വലിയ നാശങ്ങൾ ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ്. പറയുന്ന കാര്യം യുദ്ധാവസാനത്തോടു കൂടി അല്ലെങ്കിൽ യുദ്ധാവസാനത്തിന് ശേഷമാണ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചുള്ള ഒരു പഠനം തന്നെ നടത്തിയത്. അത് ആകാശ ചിത്രങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തുവിട്ടു. അവർ പറയുന്നത് കള്ളത്തരമാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നാശങ്ങളും നഷ്ടങ്ങളും ഒരുപാട് ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഗസയുടെ ഭാഗത്തെ പോലെ ആ ഭൂപ്രദേശത്തിലുള്ള അവസ്ഥാ സാഹചര്യങ്ങളാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെൽ അവീവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല മേഖലയിലും ഉണ്ടായത്. അതുകൊണ്ട് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്രായേൽ പുറത്ത് പറയാതിരിക്കുകയാണ് എന്ന് ചുരുക്കം. CNN റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നു, രാജ്യം നിർമ്മിക്കപ്പെട്ടതിൽ 25% താഡ് സിസ്റ്റവും യുദ്ധത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഈ യുദ്ധം ഉണ്ടാവുമെന്ന് ലോകത്ത് അറിയാവുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്നത് അമേരിക്കയുമാണ്, മറ്റൊന്ന് ഇസ്രായേലുമാണ്. മൂന്നാമത്തെ രാജ്യത്തിന് പോലും അറിയാത്ത വിധം അതീവ രഹസ്യമായിട്ടാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് ചുരുക്കം.